രൺബീർ കപൂറും ആലിയ ഭട്ടും വർഷങ്ങളായി കാത്തിരുന്ന അവരുടെ സ്വപ്ന ഭവനം മുംബൈയിലെ ബാന്ദ്രയിൽ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ വീടിന്റെ നിർമ്മാണ പുരോഗതിയും അവിടേക്കുള്ള രൺബീറിന്റെ, ആലിയയുടെയും നീതു കപൂറിന്റെയും സന്ദർശനങ്ങളും പാപ്പരാസുകളുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞിരുന്നു. ആ ചിത്രങ്ങളും വീഡിയോകളും ഇന്റർനെറ്റിൽ വലിയ തരംഗവുമായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ പുറത്തു വന്ന വീഡിയോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ 6 നിലകളുള്ള ഈ ബംഗ്ലാവ് പൂർണ്ണമായും തയ്യാറായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നപ്പോൾ നെറ്റിസൺസ് ആദ്യം ശ്രദ്ധിച്ചത് മുൻവശത്തെ ഗേറ്റ് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല എന്നതായിരുന്നു. ഇതിനെക്കുറിച്ച് നിരവധി ആരാധകർ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പലരും താൽക്കാലിക ഗേറ്റിനെ കുറിച്ചാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. വലിയ ചെലവ് വരുന്നത് കൊണ്ടാണ് അവർ ഗേറ്റ് വേണ്ടെന്ന് വെച്ചതെന്നാണ് ഒരാൾ പറയുന്നത്. പ്രധാന ഗേറ്റില്ലാത്ത ബംഗ്ലാവ് ആയിരിക്കും രൺബീറിന് ഇഷ്ടമെന്ന കമന്റും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ബംഗ്ലാവ് രൺബീർ കപൂറിന്റെ മുത്തശ്ശി കൃഷ്ണരാജ് കപൂറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈ വീട് മകൾ റാഹയ്ക്കുള്ള സമ്മാനമാണെന്നും അവരുടെ പേരിലായിരിക്കും ഇത് രജിസ്റ്റർ ചെയ്യുകയെന്നും മുൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം 250 കോടി രൂപ വിലമതിക്കുന്ന ഈ വീട് മുംബൈയിലെ ഏറ്റവും ചെലവേറിയ സെലിബ്രിറ്റി ബംഗ്ലാവുകളിൽ ഒന്നാണ്. അതേസമയം താടി വെച്ച ലുക്ക് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് രൺബീർ ഇപ്പോൾ. കംപ്ലീറ്റ് ക്ലീൻ ഷേവ് ലുക്കുമായി ആരാധകരെ അമ്പരപ്പിക്കുകയാണ് രൺബീർ ഇപ്പോൾ. രൺബീറിന്റെ പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത്. തന്റെ വസ്ത്ര ബ്രാൻഡായ ARKSൽ നിന്നുള്ള ചുവന്ന ടീഷർട്ടും തൊപ്പിയും ധരിച്ചാണ് താരം ഫോട്ടോഗ്രാഫർമാർക്ക് മുന്നിലെത്തിയത്. നിരവധി വലിയ പ്രൊജക്ടുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രൺബീർ കപൂർ ഇപ്പോൾ. രാമായണത്തിൽ രാമനായി അഭിനയിക്കുന്നുമുണ്ട് താരം. ഈ ചിത്രത്തിന്റെ ലുക്ക് നിലനിർത്തുകയാണ് താരമെന്നാണ് റിപ്പോർട്ട്. എന്തായാലും രൺബീറിന്റെ പുതിയ ലുക്ക് ആരാധകരും ആഘോഷമാക്കുകയാണ്. അവൻ 20 വയസ്സുള്ള ആളെ പോലെ തോന്നിപ്പിക്കുന്നു എന്നാണ് ആരാധകരുടെ നിരീക്ഷണം. രൺബീറിനെ സമീപകാലത്ത് പ്രേക്ഷകർ കണ്ടത് അത്രയും താടി ലുക്കിലായിരുന്നു. അവസാനമായി സന്ദീപ് റെഡ്ഡി വങ്കയുടെ അനിമൽ എന്ന ചിത്രത്തിലാണ് രൺബീർ ക്ലീൻ ഷേവുമായി എത്തിയത്. അതേ ചിത്രത്തിൽ തന്നെ നീളൻ താടിയുമായും രൺബീർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കരിയറിൽ വളരെ തിരക്കേറിയ സമയത്തിലൂടെയാണ് രൺബീർ ഇപ്പോൾ കടന്നുപോകുന്നത്. ഒരേ സമയം 3 പ്രൊജക്ടുകളിലാണ് രൺബീർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ പ്രൊജക്ട് നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണമാണ്. മറ്റൊന്ന് സഞ്ജയ് ലീല ബൻസാലിയുടെ ലവ് ആൻഡ് വാർ ആണ്. ഈ ചിത്രത്തിൽ വിക്കി കൗശലിനും ആര്യ ഭട്ടിനുമൊപ്പം രൺബീർ സ്ക്രീൻ പങ്കിടുന്നുണ്ട്. അനിമലിന്റെ തുടർച്ചയായ അനിമൽ പാർക്കാണ് 3ാമത്തെ പ്രൊജക്ട്. വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നെങ്കിലും അനിമൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്നായി 915 കോടി രൂപ കളക്ട് ചെയ്തിരുന്നു. ഈ വിജയമാണ് ചിത്രത്തിന്റെ തുടർഭാഗം ഇറക്കാൻ നിർമ്മാതാക്കൾക്ക് പ്രചോദനമായത്.